സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് നടി മാല പാർവതിക്കെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസാണ്. യൂട്യൂബ് ചാനൽ വഴി മോശമായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പരാതി നൽകിയിരിക്കുകയാണ് നടി മാല പാർവതി. സൈബർ പോലീസിനാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് നടി മാല പാർവതിയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. താൻ നിയമ പോരാട്ടം നടത്തുമെന്നാണ് മാല പാർവതി വ്യക്തമാക്കിയിരിക്കുന്നത്. അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണിത്. മനസ്സാവാചം അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായി അശ്ലീലം പറയാൻ ധൈര്യം വരുന്നത് എവിടെ നിന്നാണ് നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യം ഈ പോസ്റ്റ് കാണുന്നത്. ഒരു ഫിലിമി ന്യൂസ് ആൻഡ് ഗോസിപ്സ് എന്നുള്ള പേരില് നടിമാരുടെ കടികളും അബദ്ധങ്ങളും എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിലുള്ള ഒരു പെൺകുട്ടിയാണ് ചെന്നൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള, അവരുടെ ചാനലാണത്. അതിലാണ് ഈ വീഡിയോ വന്നത്. അതിൽ എന്റെ ധാരാളം ഫോട്ടോസും എല്ലാം വെച്ചിട്ട് വളരെ അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ താഴെ ടൈഗർ എന്താ -7x3 എന്നോ അങ്ങനെ എന്തോ ഒരു അതിന്റെ ഡീറ്റെയിൽ അതിന്റെ പേര് ഞാൻ അത്ര കൃത്യമായിട്ട് അറിയത്തില്ല, എന്തോ ഒരു കോംപ്ലിക്കേറ്റഡ് ആ ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോപണം, ഒരു അലിഗേഷൻ പോലെ ഒരു സെന്റൻസ് എഴുതി. അപ്പൊ അത് കണ്ടപ്പോ തന്നെ ഞാൻ അതിന്റെ താഴെ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് ഞാൻ ഈ മെസ്സേജിന്റെ താഴെയും അല്ലാതെയും ഞാൻ അതിന്റെ അടിയിൽ എഴുതി. ഞാൻ ഈ ടൈഗറിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം ഈ സൈബർ പോലീസ് അന്വേഷിച്ചപ്പോ യൂട്യൂബ് പറഞ്ഞത് അതിന് കുറച്ച് അധികം ഒന്നും ആക്ടിവിറ്റി ഇല്ലാത്തൊരു അക്കൗണ്ടാണ്, അതുകൊണ്ട് ഡീറ്റെയിൽസ് തരാൻ ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ആക്ടിവിറ്റി വരികയാണെ തരാം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു അവരെന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ അവരെ ആക്ടിവിറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു ആക്ടിവിറ്റി കുറച്ച് വെച്ചിട്ട് എന്തും തെറി പറയാമെങ്കിലേ, തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയാമെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാ പിന്നെ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ മജിസ്ട്രേറ്റിനടുത്ത് മൊഴി കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. പോയി ഡിസംബർ 28-ാം തീയതി മൊഴി കൊടുത്തു. വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇതിനു മുൻപും നടി മാല പാർവതിക്കെതിരെ സൈബർ അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അവരുടെ സിനിമയിലെ ഏതാനും ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് മോശമായി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാല പാർവതി പോലീസിൽ പരാതി നൽകിയത്. സൈബർ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. ആർക്കെതിരെയാണ് ഇതുപോലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് കേസെടുത്തിരിക്കുന്നത്? നിലവിൽ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതുപോലെ ഈ മാല പാർവതിയുടെ പരാതിയിലും ഒരു കടുത്ത നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ടോം, സൈബർ പോലീസിനാണ് മാല പാർവതി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. തുടർന്നാണ് 3 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മാല പാർവതി നൽകിയ പരാതിയിൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 75, 79 വകുപ്പുകൾ, IT നിയമത്തിലെ 67-ാം വകുപ്പ്, കേരള പോലീസ് ആക്ടിലെ 120-ാം വകുപ്പ്, ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഈ പരാതിയിന്മേൽ കേസെടുത്തിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ അശ്ലീല കമൻറ്റുകൾ ഇട്ടു, അതോടൊപ്പം തന്നെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് മാല പാർവതിയുടെ ഭാഗത്ത് നിന്ന് സൈബർ പോലീസിന് രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കെതിരെയാണ്, ഇയാളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. സൈബർ പോലീസ് ഈ കൃത്യമായി IT നിയമം കൂടി ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന ഈ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഫേക്ക് ഐഡിയിൽ നിന്നാണോ ഇങ്ങനെ ഒരു പരാമർശമുള്ളത്, അതോ ആരെങ്കിലും നേരിട്ട് അവരുടെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നോ മറ്റോ അല്ലെ യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നോ മറ്റോ നേരിട്ട് ഈ കമൻറ്റ് നടത്തിയതാണോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനകൾ വേണ്ടിവരും. സമാനമായ കേസുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഫേക്ക് ഐഡികളിൽ നിന്ന് ഇത്തരത്തിൽ അശ്ലീല കമൻറ്റുകൾ ഇടുന്നത് പതിവാണ്. അത് സംബന്ധിച്ച നേരത്തെ തന്നെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതോ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വ്യക്തികൾ ബോധപൂർവം തന്നെ മാല പാർവതിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമമാണോ ഇത്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹണി റോസുമായി ബന്ധപ്പെട്ടുണ്ടായ അശ്ലീല പരാമർശത്തിൽ അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കസ്റ്റഡിയിലേക്കും ഒരുപക്ഷെ തുടർ നടപടികളിലേക്ക് വരെ നീങ്ങാവുന്ന ഒരു പശ്ചാത്തലത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാല പാർവതിയും സമാനമായ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ആരാണ് ആരോപണ വിധേയൻ, അയാളുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, ഇതടക്കമുള്ള കാര്യങ്ങളിലല്ല വ്യക്തത കൈവരാനുള്ളത്.
ഞാൻ നിലവിൽ ഇതുപോലെ യൂട്യൂബ് ചാനൽ വഴി അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് അതിൻ്റെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരം വീഡിയോകളുടെയൊക്കെ താഴെ മോശമായ കമൻറ്റുകൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ആ കമൻറ്റുകൾ, മോശമായ കമൻറ്റുകൾ ഇട്ടവർക്കെതിരെയും മാലാപാർവതിയുടെ പരാതിയുണ്ടോ? അതോ നേരത്തെ ഈ ഹണി റോസിൻ്റെ കേസിൽ പോലീസ് പറഞ്ഞതാണ് മോശമായ കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന്. മാലാപാർവതിയുടെ കേസിലും സമാനമായ രീതിയിൽ നടപടികൾ സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? അങ്ങനെ തന്നെ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ 75, 79 വകുപ്പുകൾക്ക് അപ്പുറത്തേക്ക് IT ആക്ട് ഉപയോഗിച്ചുകൂടി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കടുത്ത ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടക്കും. ഈ കമൻറ്റുകളടക്കം തെളിവായി, അതായത് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലിലും മറ്റും നടത്തിയ അശ്ലീലമായ പരാമർശങ്ങൾ തന്നെയാണ് മാലാപാർവതിക്കെതിരെ. ഇതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഈ തെളിവുകളോട് കൂടി തന്നെയാണ് ഈ പരാതി അവർ കൈമാറിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് മാലാപാർവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൈബർ പോലീസ്, തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നടി മാലാപാർവതിയുടെ പരാതിയിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്.